ഹായ് ആൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി സ്റ്റൂവിൻ്റെ റെസിപ്പി കേട്ടോ. ഇത് ചിക്കൻ സ്റ്റൂ വിത്ത് മഷ്റൂം. ഇത് പാലപ്പത്തിന്, ഇടിയപ്പത്തിന്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറി കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബോൺലെസ് ചിക്കനാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, പിന്നെ ഒരു ഹാഫ് ലെമണും ചേർത്ത് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടറാണ്, ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ചേർക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇത് നമ്മൾ പിന്നീട് കറിയിലിട്ട് പിന്നീടും വേവിക്കുക, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ എടുക്കുക. പിന്നെ നമ്മൾ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ഞാൻ ബട്ടർ ആഡ് ചെയ്തായിരുന്നു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റാണ്, ജിഞ്ചർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ഗാർലിക് പേസ്റ്റ് മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച മഷ്റൂം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കണേ, കാരണം ചെറുതായിട്ട് ക്യൂബ്സ് ഒന്നും ആക്കരുത്, ഇങ്ങനത്തെ പീസായിട്ട് തന്നെ ഇടണേ. പിന്നെ മഷ്റൂം അടച്ച് വെക്കരുത്, അടച്ചു വെച്ചാൽ വെള്ളം കയറും, അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചെറിയുള്ളിയുടെ പേസ്റ്റാണ്. അതൊരു 2 ടീസ്പൂൺ ചെറിയുള്ളിയുടെ പേസ്റ്റ്, അത് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി, ഒരു 10 ചെറിയുള്ളി അടിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 2 ടീസ്പൂൺ സോയാ സോസാണ്. അത് കഴിഞ്ഞ് കാരണം ഇനി ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ, കാരണം നമ്മൾ മാഗിയുടെ ഒരു ക്യൂബ് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഉപ്പെല്ലാം ശ്രദ്ധിച്ചേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. മാഗിയുടെ ക്യൂബിൽ ഉപ്പ് രസം ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം ചിക്കനെല്ലാം അടുക്കി വെച്ച് ഇങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ എല്ലാം നിരത്തി വെക്കണം. അത് കഴിഞ്ഞ് ഞാൻ മാഗിയുടെ ക്യൂബ് ഇട്ടിട്ട് ഇതങ്ങ് അടച്ചു വയ്ക്കുക, ചൂടുവെള്ളം ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിക്കണം. അപ്പോൾ ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റും. അത് കഴിഞ്ഞ് ഞാനിവിടെ ചേർക്കുന്ന ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ എനിക്ക് തോന്നിയത് കോക്കനട്ട് മിൽക്കിനേക്കാളും ടേസ്റ്റ് ഈ ഫ്രഷ് ക്രീമിനായിരുന്നു കേട്ടോ ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഫ്രഷ് ക്രീം ഇട്ട് ചെയ്തപ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. പിന്നെ ഞാനിവിടെ ചേർക്കുന്ന കുറച്ച് കസൂരി മേത്തിയാണ്, നമ്മുടെ ഉലുവയുടെ ഇലയില്ലേ, അത് കസൂരി മേത്തി ചേർക്കുക. അത് കുറച്ച് മതി കേട്ടോ, ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. പിന്നെ നമ്മൾ അടച്ച് വയ്ക്കുക. പിന്നെ ഒരു 20 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റിന് ശേഷമാണ് കറി എടുക്കുക. കറി നല്ല അടിപൊളി കറിയായി. അപ്പം നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഇതെല്ലാം നല്ലൊരു ടേസ്റ്റാണ്, ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.